നമസ്കാരം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം. ഗണേഷ് കുമാറിനെ സംഘാടകർ നേരിട്ടെത്തിയാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. വാളകത്തെ വീട്ടിലെത്തിയാണ് RSS നേതാക്കൾ മന്ത്രിയെ ക്ഷണിച്ചത്. NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഗണേഷിനെ ആ നിലയിലാണ് ക്ഷണിച്ചിരിക്കുന്നത്. താലത്തിൽ വെച്ചു നീട്ടിയ ക്ഷണപത്രം ഗണേഷ് ചിരിയോടെ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായി അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകിയാണ് മന്ത്രിയെ ക്ഷണിച്ചത്. RSS പ്രാന്തസഹ സമ്പർക്ക പ്രമുഖ് DC ഷെൽവൻ, കൊല്ലം വിഭാഗം സഹകാര്യവാഹക് ജയപ്രകാശ്, BJP അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് എന്നിവരാണ് വാളകത്തെ മന്ത്രിയുടെ വീട്ടിലെത്തി ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. മുൻകൂട്ടി മന്ത്രിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷമായിരുന്നു നേതാക്കൾ എത്തിയിരുന്നത്. ക്ഷണമുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗണേഷ് ഒരിക്കലും പങ്കെടുക്കാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസ് B ഇടതുപക്ഷത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത്. നേരത്തെ CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഈ ക്ഷണം യെച്ചൂരി നിരസിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നും മോഹൻലാൽ, മാതാ അമൃതാനന്ദമയി തുടങ്ങിയവർക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അയോധ്യയിലേക്ക് നിരവധി സിനിമാ താരങ്ങൾക്ക് ക്ഷണമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അനുപം ഖേർ, അക്ഷയ് കുമാർ, പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിരാനി, സഞ്ജയ് ലീല ബൻസാലി, രോഹിത് ഷെഡ്ഡി, നിർമ്മാതാവ് മഹാവീർ ജെയിൻ, ചിരഞ്ജീവി, ധനുഷ്, ഋഷഭ് ഷെഡ്ഡി തുടങ്ങിയവർക്കും ക്ഷണമുണ്ട്. അതേസമയം അയോധ്യയിലെ ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ രജനീകാന്ത് ജനുവരി 21-ന് അയോധ്യയിലേക്ക് പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊപ്പം ഭാര്യയും സഹോദരനും ഉണ്ടാവും. കഴിഞ്ഞ ദിവസം RSS നേതാക്കൾ രജനീകാന്തിന് ക്ഷണക്കത്ത് കൈമാറിയിരുന്നു. BJP നേതാവ് അർജുനമൂർത്തി രജനീകാന്തിന്റെ വസതിയിൽ എത്തിയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഫോട്ടോകൾ അർജുനമൂർത്തി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ സംഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിരുന്നു. നമ്മുടെ പ്രിയ നേതാവ് രജനീകാന്തിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അയോധ്യ കുംഭാഭിഷേകത്തിനായി ക്ഷണിച്ചു എന്നാണ് അർജുനമൂർത്തി രജനീകാന്തിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് കുറിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ഉത്സവമാക്കാനുള്ള ശ്രമത്തിലാണ് BJPയും RSSും. ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തുമെന്നത് ഉറപ്പാണ്. ഇവർക്ക് ഗതാഗതത്തിനായി ട്രെയിൻ, ബസ്, വിമാന മാർഗങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അയോധ്യ റെയിൽവേ സ്റ്റേഷനാണ് പ്രധാനമായും സഞ്ചാരികളിൽ എത്തുന്ന ഇടം. ലക്നൗ, ഡൽഹി, അലഹബാദ്, വാരണാസി എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നു. വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ട്രെയിൻ ഗതാഗതം സഹായിക്കുന്നു. ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് വഴി എത്താൻ സാധിക്കും. ലക്നൌവിൽ നിന്ന് അയോധ്യയിലേക്ക് എത്താനും സൗകര്യമുണ്ട്. അയോധ്യ വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പ്രധാന വിമാനത്താവളം. എന്നിരുന്നാലും ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം പ്രാഥമിക എയർ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. 130 കിലോമീറ്റർ അകലെയുള്ള അയോധ്യയിലേക്ക് യാത്രക്കാർക്ക് റോഡ് മാർഗം എത്തിച്ചേരാവുന്നതാണ്. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ്. തുടർന്ന് ആഭ്യന്തര വിമാനത്താവളങ്ങളിലോ ട്രെയിനുകളിലോ അയോധ്യയിലെത്താം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.